നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. HDFC ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് അതുപോലെ പ്രൊബേഷൻ ഓഫീസർ ആയിട്ട് നിയമനത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് 2024 ഡിസംബർ 30 മുതൽ 2025 ഫെബ്രുവരി 7 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അതിനുശേഷം മാർച്ചിൽ ടെൻറ്റേറ്റീവായിട്ട് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് റിലേഷൻഷിപ്പ് മാനേജർ എന്നായിരിക്കും ഡെസിഗ്നേഷൻ. അത് സ്കെയിൽ ഓഫ് പേ അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, മാനേജർ, സീനിയർമാർ, അങ്ങനെ പല കാറ്റഗറി എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും ശമ്പള സ്കെയിൽ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. വേണ്ട ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, അംഗീകൃത സർവകലാശാല ബിരുദവും 1 മുതൽ 10 വർഷത്തെ സെയിൽസിലുള്ള എക്സ്പീരിയൻസും ആണ് എന്നാണ് പ്രത്യേകം മനസ്സിലാക്കുക. അത് മാർക്ക് 50% മാർക്ക് നിർബന്ധം ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. 7/2 ക്ലോസിംഗ് ഡേറ്റ് ആയ 7/2/2025 35 വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്ന കാര്യം മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 1 വർഷം മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി ഫിക്സ് ചെയ്യാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 50% മാർക്ക് SSLCക്കും അതുപോലെ +2നും ഡിഗ്രിക്കും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടെ പ്രത്യേകം ഓർമ്മ വരിക. അത് കഴിഞ്ഞ് സൈനിക വിവരം നൽകി 6 മാസം പ്രൊബേഷൻ ആയിരിക്കും. അതിനുശേഷമായിരിക്കും കൺഫർമേഷൻ നൽകുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. പ്രത്യേകിച്ച് സർവീസ് എഗ്രിമെന്റ് പീരീഡ് ഒന്നുമില്ല. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ശമ്പള സ്കെയിൽ മികച്ച പാക്കേജാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് അനുസരിച്ച് 3 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ശമ്പളം ഉള്ള സ്കെയിലാണ്. 3 ലക്ഷം മുതൽ 12 ലക്ഷം എന്നുള്ള സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓൺലൈൻ ടെസ്റ്റിന്റെയും പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സോ ഇനീഷ്യൽ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും. അതിനകത്ത് ഫൈനൽ സെലക്ഷൻ ഓൺലൈൻ ടെസ്റ്റിന്റെയും പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നിങ്ങളൊരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തണം. അതിനുശേഷം ഫീസ് അടച്ചതിന് ശേഷം ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ്, അതുപോലെ സിഗ്നേച്ചർ ബ്ലാക്ക് പെൻ കൊണ്ട് വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട്, അതുപോലെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഇംപ്രഷൻ, ലെഫ്റ്റ് തമ്പിന്റെ ഇംപ്രഷൻ, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇതെല്ലാം നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെക്കുക. അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിഗ്നേച്ചർ ക്യാപിറ്റലിൽ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കേണ്ട. ഡിക്ലറേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തതായി എന്ന് കഴിഞ്ഞിട്ട് ശേഷം നിങ്ങളുടെ പേര് എഴുതിയ ശേഷം ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് മൈ ബി ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ് ആൻഡ് ഐ വിൽ പ്രസന്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആസ് ആൻഡ് റിക്വയർഡ് എന്നുള്ള ഈ ഡിക്ലറേഷൻ നിങ്ങൾ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി അത് അപ്ലോഡ് ചെയ്യണം കാര്യം മനസ്സിലാക്കുക. ഫീസ് പറയുകയാണെങ്കിൽ 479 രൂപയും GST ആയിരിക്കും അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതായിട്ട് നോക്കാം. HDFC ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.hdfcbank.com എന്ന സൈറ്റിൽ പോയിട്ട് അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ നിങ്ങൾ ഇമെയിൽ ID, മൊബൈൽ നമ്പറും പേരും ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും, പാസ്വേഡ് ലഭിക്കും. അതനുസരിച്ച് പിന്നെ ഓപ്പൺ ചെയ്ത് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഫീസ് അടയ്ക്കുന്ന ഓൺലൈനായിട്ട്. അതുപോലെ ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കൂടി ചെയ്യുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഫോട്ടോഗ്രാഫൊക്കെ സ്കാൻ ചെയ്ത ഡീറ്റെയിൽസ്, ഡയമെൻഷൻസും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 7 ആണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക് എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി, അങ്ങനെ 3 സബ്ജക്റ്റുകളായിരിക്കും. 1 മണിക്കൂർ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. കോൾ ലെറ്റർ നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എക്സാമിനേഷൻ സെന്റർ പറയുകയാണെങ്കിൽ കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ഇല്ല എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെന്റർ ചൂസ് ചെയ്യാം. വിശാഖപട്ടണം, ഡൽഹി, അഹമ്മദാബാദ്, ബറോഡ, ബംഗളൂരു, മംഗലാപുരം, മൈസൂർ എന്ന നമ്മുടെ കേരളത്തിനടുത്തുള്ള സെന്ററുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.